പൊന്നു മക്കളെ അവസ്ഥ കണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ മക്കളാണ്. എന്റെ മക്കളെ നടന്ന് കാണണം. ഞാൻ ഒരുപാട് മക്കളെ കുളിപ്പിക്കാനൊക്കെ പോയതാണ്. ആ മക്കള് നടക്കും പോലെ നടക്കണ കാണുമ്പോ എന്റെ മക്കളും നടക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. എല്ലാരും എന്റെ മക്കളെ സഹായിക്കണം. എന്റെ ഭർത്താവിനാണ് അസുഖം കാരണം ജോലിക്കൊന്നും പോകാനും പറ്റുന്നില്ല. എനിക്ക് അൾസറേറ്റിന്റെ ബ്ലീഡിങ്ങിന്റെ ഒക്കെ കംപ്ലൈന്റ് ആയത് കൊണ്ട് ജോലിക്ക് പോകാനും പറ്റില്ല. വേറൊരു വഴിയില്ലാത്ത നിങ്ങളെ മുന്നിൽ വരുന്നത് 100 റുപ്യ വന്ന് എന്റെ മക്കളെ സഹായിക്കണം. 2025 ആഗസ്റ്റ് 1 എന്റെ മക്കളെ അഡ്മിറ്റ് പറഞ്ഞത്. 4 എന്റെ മക്കളെ ഓപ്പറേഷൻ. നിങ്ങളെല്ലാരും എന്റെ മക്കളെ സഹായിക്കണം. 5 പൈസ എന്റെ കയ്യിലില്ല. എനിക്കാണ് ഒരു നിവർത്തിയുള്ള ഒരാളെ സഹായിക്കാനില്ലാത്തൊരവസ്ഥയാണ്. ഈ മക്കളുടെ അവസ്ഥ ഇതാണ്. 2 കാലിനും ഉണ്ടാക്കും പ്രശ്നമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് ആള് എന്നെ സഹായിച്ചിരുന്നു. സർജറി ചെയ്തിരുന്നു. ഇനി വീണ്ടും എന്റെ മക്കൾക്ക് സർജറി പറഞ്ഞിട്ടുണ്ട്. ആ ഡോക്ടർ മരിച്ചുപോയി. ഇനി ബാക്കി പല സ്ഥലങ്ങളിലും ഞാൻ കാണിച്ചു. ഇനി വെല്ലൂരാണ് കാണിച്ചത്. അവിടെ നിന്ന് പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ജലീൽ കണ്ണൂരാണ്. ഈ വീഡിയോ ആരെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ മക്കള് ജീവിതത്തിലേക്ക് നടന്നു വരാനുള്ള ഒരു സംവിധാനമാകും. കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരക്കടുത്ത് കോടമ്പുഴ പ്രദേശത്ത് താമസിക്കുന്ന ഹൈസ ഫാത്തിമ, നൈസ ഫാത്തിമ, ഈ 2 മക്കളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഫാത്തിമത്ത് സുഹറ എന്ന് പറയുന്ന സഹോദരൻ നമ്മുടെ മുമ്പിലേക്ക് വന്നത്. ഈ മക്കളുടെ ഉമ്മ ഫാത്തിമത്ത് സുഹറയുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 മക്കൾക്ക് ജന്മനാരെ കാല് വളഞ്ഞ് സർജറി ചെയ്യാൻ പറ്റാതെ പലയിടങ്ങളിലും ഇവർ ചികിത്സിച്ച് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് സഹായം ഇവിടെ ചെയ്തപ്പോൾ ഒരുപാട് കാരണങ്ങൾ സഹായിച്ചിരുന്നു. ചികിത്സ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നിടത്ത് ഡോക്ടർ മരണപ്പെടുകയും പിന്നീട് ഇവർ പല ഹോസ്പിറ്റലും കയറി ഒരുപാട് ചികിത്സ ചെയ്ത് ഒന്നിനും പറ്റാത്ത അവസ്ഥ. ഇന്ന് വീണ്ടും ഇവർ വന്നിരിക്കുകയാണ്. ആഗസ്റ്റ് 2025 1-ാം തീയതി ഈ മക്കളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനും 4-ാം തീയതി എത്രയും പെട്ടെന്ന് ഇവരെ സർജറി ചെയ്യുവാനാണ് പറഞ്ഞത്. നാട്ടിലുള്ള നിലവരായ സുമനസുകളും വാർഡ് കൗൺസിലർ അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ കൂട്ടിയിട്ടാണ് ഈ ഒരു സഹായം നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തിക്കുന്നത്. ആരുടെയെങ്കിലും ഷെയർ കൊണ്ട് ഇടപെടൽ കൊണ്ട് ഈ മക്കൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുകയാണെങ്കിൽ ഫാത്തിമത്ത് സുഹറ എന്ന് പറയുന്ന ആ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, 10 വർഷത്തിന് ശേഷം ആറ്റുനോട്ടുണ്ടായ 2 കൺമണികളാണ്. ആ 2 പൈതൽ മക്കള് ഒന്ന് നടന്നു കാണാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഞാൻ ഒരുപാട് മക്കളെ പ്രസവത്തിന്റെ ചികിത്സക്കൊക്കെ പോയിട്ട് ആ മക്കളെ കുളിപ്പിക്കുകയും ആ മക്കൾക്ക് ഇന്ന് നടന്നു കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരാഗ്രഹമായി. 2 മക്കൾ അതെന്നെ പെൺമക്കളാ കിട്ടിയത്. പക്ഷെ ആ മക്കൾ നടന്നു കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കാണ്. പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല. കിട്ടുന്ന പൈസ ആണെങ്കിൽ എന്റെ ഭർത്താവിന് വയറ് സംബന്ധമായ അസുഖം കൊണ്ട് വയറ്റിൽ പുണ്ണ് വരികയും അൾസർ കൂടുകയും അത് പൊട്ടി മലത്തിലൂടെ ഇങ്ങനെ പോകാൻ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സിക്കാത്ത ഇടങ്ങളില്ല. ഇന്ന് 2 മക്കളും ആ ഒരു സഹോദരനെ ചികിത്സിക്കാൻ വേണ്ടി വളരെ പ്രയാസമുള്ള ഈ ഒരു കുടുംബത്തിന് താങ്ങും തണലുമായി നിൽക്കാൻ നിങ്ങൾ എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര നഗരസഭയിൽ കോടമ്പയിലെ സുഹറ ഫാത്തിമ എന്നിവരുടെ 2 പിഞ്ചു മക്കൾ വളരെ പ്രാർത്ഥനകൾക്ക് ശേഷം ഉണ്ടായ 2 പിഞ്ചു മക്കളാണ്. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ആ പിഞ്ചു മക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളൊക്കെ സഹായിക്കണം. രാമനാട്ടുകര നഗരസഭയിലെ 31-ാം ഡിവിഷനിലെ കൗൺസിലറാണ് ഞാൻ. എന്റെ ഡിവിഷനിലെ സോറാബി എന്നവരുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ജന്മനാലെ തന്നെ അസുഖം ബാധിച്ചിരിക്കുകയാണ്. ഈ കുട്ടികൾ നടക്കണമെങ്കിൽ നിരന്തരമായ ഓപ്പറേഷനുകൾ നടത്തി ഈ 2 കാലുകളും ശരിയാക്കി കൊണ്ടുവരണം. 3-4 തവണ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന കുടുംബമാണ്. ഈ കുട്ടികളുടെ ഉപ്പക്ക് തന്നെ വലിയ അസുഖം അൾസർ ബാധിച്ച് കുടലിൽ നിന്ന് ചോര വരുന്ന അവസ്ഥയാണ്. പിഞ്ചുകുട്ടികളുടെ ജൈവകാരുണ്യ പ്രവർത്തനത്തിനാണ് നമ്മൾ ഇന്നോട് ഒത്തുകൂടിയിട്ടുള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടിയാലേ ഈ കുട്ടികളുടെ ചികിത്സക്കുള്ള ഫണ്ട് ശേഖരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരുപാട് വീട്ടുപണിക്ക് പോയിട്ടാണ് ഈ കുട്ടികളെ നോക്കുന്നത്. 10 പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുക, അതാണ് ഏറ്റവും വലിയ നന്മ. ആരും ഷെയർ ചെയ്യാതെയും വീഡിയോ കാണാതെയും ആരും പോകരുത്. ഈ 2 പൊന്നുമക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ ഈ പൊന്നുമക്കളെ ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ നടക്കും.